ഡെത്ത് കറന്റ് ത്രില്ലർ നോവൽ അധ്യായം 2. കൂരിരുട്ടിൽ നിന്നും പെൺകുട്ടികളുടെ നിലവിളി ഉയർന്നുകൊണ്ടിരുന്നു. ലോഞ്ചിന്റെ മുകൾ തട്ട് ബോഡിയുടെ പാർശ്വഭാഗം തിരമാലയുടെ അടിയേറ്റ് പാടെ തകർന്നുപോയി. ലോഞ്ചിനുള്ളിൽ പകുതിയോളം വെള്ളം. ടിന്നുകളും കസേരകളും പുസ്തകങ്ങളും മദ്യക്കുപ്പികളും ലോഞ്ചിനുള്ളിൽ ഒഴുകി നടന്നു. ആളുകൾ ഒലിച്ചു പോകാതെ പിടികിട്ടിയ സ്ഥാനങ്ങളിൽ പിടിച്ചു തൂങ്ങി. എതിർവശത്തെ ജനാലകൾ തകരാത്തത് ആദ്യം രക്ഷയായി. ആദ്യത്തെ അടിക്ക് തന്നെ പലരും പിടിവിട്ട് ലോഞ്ചിനുള്ളിൽ തള്ളിക്കയറിയ തിരവെള്ളത്തിൽ ഏതാനും നിമിഷം ഒഴുകി നടന്നു. അതിനിടയിൽ നീന്തി പതച്ച് രക്ഷാസങ്കേതം പരതിപ്പിടിച്ചു. ഒരു വശം തകർന്ന ലോഞ്ചിനുള്ളിൽ കാറ്റടിച്ച് കയറിക്കൊണ്ടിരുന്നത് വലിയ ശാപമായി. ലോഞ്ചിനെ അത് എങ്ങോട്ടോ വലിച്ചിഴച്ചു കൊണ്ടുപോവുകയാണ്. തിര വീണ്ടും അടിച്ചു കയറുന്നു. ലോഞ്ച് മുങ്ങുമെന്ന നിലയിലായി. ടോർച്ചുകളുമായി ക്രഫോർഡും ഷാൻപിയറും റാൻഫും എഞ്ചിൻ എന്തു സംഭവിച്ചു എന്ന് പരിശോധിക്കുകയായിരുന്നു. പ്രത്യക്ഷത്തിൽ യാതൊരു തകരാറും കണ്ടില്ല. വീണ്ടും പ്രവർത്തിച്ചപ്പോൾ അത് ശരിയായി പ്രവർത്തിക്കുകയും ചെയ്തു. ഷാൻപിയർ തന്നെ പെട്ടെന്ന് വൈദ്യുത കണക്ഷൻ ശരിയാക്കി. ലോഞ്ചിനുള്ളിൽ വെളിച്ചം വ്യാപിച്ചു. ക്രഫോർഡ് ലോഞ്ചിന്റെ നിയന്ത്രണം ഏൽപ്പിച്ചിട്ട് റാൾഫ് പുറകിലേക്ക് വന്നു. അപ്പോഴേക്കും പേമാരി ആരംഭിച്ചിരുന്നു. ചരൽ വാരി എറിയുന്നത് പോലെയുള്ള മഴ. മുമ്പിലുള്ള ദൃശ്യം റാൾഫിനെ ഭയചകിതനാക്കി. കാറ്റും തിരകളും കൂടി ലോഞ്ചിനെ എങ്ങോട്ടോ വലിച്ചു കൊണ്ടുപോവുകയാണ്. കാറ്റിന്റെ തള്ളലിൽ നിന്നും രക്ഷപ്പെടാൻ റാൾഫ് വെള്ളത്തിലൂടെ നീന്തിച്ചെന്ന് മറുവശത്തെ ജനാലകളും വാതിലുകളും തുറന്നിട്ടു. കാറ്റത്ത് കണ്ണാടി വാതിലുകൾ ആഞ്ഞടിച്ചു. ചില്ലുകൾ പൊട്ടിച്ചിതറി. പലകകളെ കാറ്റ് പറത്തിക്കൊണ്ടുപോയി. ക്രഫോർഡും ഷാൻഫിയറും കൂടി അപ്പോഴേക്കും ലോഞ്ച് നിയന്ത്രണ വിധേയമാക്കി. അത് ജലപർവ്വതങ്ങൾക്ക് മീതെ ആടിയുലഞ്ഞ് ചലിച്ചു തുടങ്ങി. ഓരോ തിരയടിക്കുമ്പോഴും ലോഞ്ചിനുള്ളിൽ വെള്ളം തള്ളിക്കയറിക്കൊണ്ടിരിക്കുന്നു. ഏറെ ദുഷ്കരം. തിര ലോഞ്ചിലേക്ക് അടിച്ചു കയറുമ്പോഴും ലോഞ്ച് വെട്ടിത്തിരിങ്ങുകയായിരുന്നു. കടലിലേക്ക് തെറിച്ചു വീഴാതെ പിടിച്ചു നിൽക്കുകയും എന്നതായിരുന്നു. ഓരോ തിരയടിക്കുമ്പോഴും ആളുകൾ നിലതെറ്റി മറിഞ്ഞു വീഴും. പെട്ടെന്ന് തന്നെ പരതി പിടിച്ച് എഴുന്നേൽക്കും. ലോഞ്ചിന്റെ മുകൾ തട്ട് തിരയടിയേറ്റ് മിക്കവാറും തകർന്നു കഴിഞ്ഞു. ലോഞ്ചിനുള്ളിൽ സാധനങ്ങൾ മിക്കതും ഒലിച്ചുപോയി. യാത്രികരെല്ലാം വിപതി ധൈര്യത്തോടെ ഈ അപകടഘട്ടത്തെ നേരിട്ടു. റാൾഫ് കൂടെ കൂടെ പറഞ്ഞുകൊണ്ടിരുന്നു, കുട്ടികളെ, കുഴപ്പമൊന്നുമില്ല. കടലിന് നമ്മളെ തോൽപ്പിക്കാൻ സാധ്യവുമല്ല. ബോട്ടിനു ചുറ്റും തിരമാലകൾ വിഴുങ്ങാൻ വായ പിളർക്കുന്ന ഗുഹ പോലെ തോന്നി. ഇടയ്ക്കിടെ എഞ്ചിൻ നിശ്ചലമായി. അതിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണിത് പ്രവർത്തിക്കാതെ വരുന്നതെന്ന് ആർക്കും മനസ്സിലായില്ല. കുറെ നേരം പ്രവർത്തിക്കും, പെട്ടെന്ന് നിശ്ചലമാകും. അതോടൊപ്പം ലോഞ്ചിലെ ലൈറ്റുകളും അണയും. അല്പനിമിഷങ്ങൾക്ക് ശേഷം ലൈറ്റുകൾ തെളിയും. ഷാൻപിയർ ഇതിനിടെ ഏതെങ്കിലും തുറമുഖവുമായി റേഡിയോ ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചത് വിഫലമായി. റേഡിയോയും വയർലെസ്സും ഒന്നും പ്രവർത്തിച്ചതേയില്ല. വാച്ചുകളുടെ ചലനം പോലും നിലച്ചിരുന്നു. എന്തുകൊണ്ടാണ് എഞ്ചിൻ പ്രവർത്തിക്കാൻ മടിക്കുന്നതെന്ന് അയാൾക്ക് മനസ്സിലായി. ശക്തമായ കാന്തിക മേഖലയ്ക്കുള്ളിലാണ് തങ്ങളെന്ന് വെളിച്ചം അണയും മുമ്പ് അയാളത് വ്യക്തമായി കണ്ടു. പിരിവടുകളോളം ഉയരത്തിൽ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ജലഗോപുരങ്ങൾ. അവ പെടുന്നനെ ഉടലെടുക്കുന്നു, പെടുന്നനെ ഇല്ലാതാവുന്നു. ക്രഫോർഡ് അത് കാണുന്നുണ്ടായിരുന്നു. നാം ഡെത്ത് കറന്റിലാണ്, ഇനി സംശയം വേണ്ട. അയാൾ പിറുവിറുത്തു. ക്യാബിനുള്ളിൽ മുട്ടോളം വെള്ളം. മഴ മേൽത്തൊട്ട് തകർത്ത് നേരെ പെയ്തിറങ്ങിയാണ്. ചികടടിപ്പിക്കുന്ന ഇടിമുഴക്കങ്ങൾ. അതിശക്തമായ മിന്നൽ പിണരുകൾ. ആകാശത്തിന് തീപിടിക്കുമ്പോൾ കടൽ വ്യക്തമായി കാണാം. ജലഗോപുരങ്ങളുടെ യാത്ര. കാപ്പി. ജൂലിയൻ വലിയ ഫ്ലാസ്കുമായി നനഞ്ഞു കുതിർന്നെത്തിയിരിക്കുന്നു. അവൾ ഫ്ലാസ്ക് തുറന്ന് കപ്പുകളിൽ മദ്യം ചേർത്ത കാപ്പി പകർന്നു. ഷാൻപിയറും ക്രഫോർഡും അത് കുടിച്ചു. മഴവെള്ളം ഇറ്റു വീഴുന്ന കാപ്പി അവർ അല്പാൽപമായാണ് കുടിക്കുന്നത്. ജൂലിയൻ ഫ്ലാസ്കുമായി മറ്റുള്ളവരുടെ സമീപത്തേക്ക് പോയി. കടലിനെ തൊല്ലും കൂസാതെ ധീര വനിതയെപ്പോലെ അവൾ പ്രവർത്തിച്ചു. തിരയടിയേറ്റ് മറിഞ്ഞു വീഴുമ്പോഴും അവൾ ഫ്ലാസ്ക് കയ്യിൽ മുറുകെ പിടിച്ചു. അർദ്ധരാത്രിയോടെ മഴ നനച്ചു. അതൊരു വലിയ ആശ്വാസമായി. 1 മൈലോളം വിസ്താരത്തിൽ വ്യാപിച്ച് കറങ്ങിക്കൊണ്ടിരുന്ന ഒരു വൻ ചുഴിക്ക് ചുറ്റും ബോട്ടൊടുക്കുകയാണ് ഷാൻപിയറും ക്രഫോർഡും കൂടി ചെയ്തിരിക്കുന്നത്. ഇത് തിരമാലകളുടെ ആക്രമണത്തിൽ നിന്നും അവരെ രക്ഷിച്ചു. ചുഴിയുടെ കേന്ദ്രബിന്ദു 500 വാരയോളം അകലം വിട്ടായിരുന്നു ലോഞ്ചിന്റെ ഭ്രമണം. എഞ്ചിൻ നിലയ്ക്കുമ്പോൾ ലോഞ്ചിനെ കുറെ കൂടി വലിച്ചെടുപ്പിക്കും. പെട്ടെന്ന് എഞ്ചിൻ പ്രവർത്തിച്ച് ക്രഫോർഡും ഷാൻപിയറും
അകലം സ്ഥിരമായി നിലനിർത്താൻ ശ്രമിക്കും. സദാ ദിശ മാറ്റിക്കൊണ്ടിരിക്കുന്ന ചുഴലിക്കാറ്റിനൊപ്പം അതിന്റെ ശക്തമായ ആകർഷണത്തിൽപ്പെടാതെ നീങ്ങുകയും ചെയ്യുന്ന ഒരു മാരകമായ അഭ്യാസം. മഴ നിലച്ചതോടെ കാറ്റടങ്ങി. കടൽവെള്ളം വലിച്ചുകൂട്ടി മഴകളാക്കി തള്ളിക്കൊണ്ടുപോകുന്ന ചുഴലി ക്ഷയിച്ചു. ജലഗോപുരങ്ങളുടെ ഉയരം കുറഞ്ഞു വന്നു. ചുഴലികൾ ശക്തമായി കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആഞ്ഞടിക്കുന്ന തിരകൾ മാത്രം. അങ്ങ് ദൂരെ ചക്രവാളത്തിൽ നേർത്തു മുഴങ്ങുന്ന ഇടിമുഴക്കങ്ങൾ, നേർത്ത മിന്നലിനൊളികൾ. നമ്മൾ പിന്നെയും ജീവിക്കുമെന്ന് തോന്നുന്നു, ആഹ്ലാദം മറച്ചുവിട്ട് കഫോർഡ് പറഞ്ഞു. ലോഞ്ചിനെ അയാൾ ചുഴിയുടെ പരിധിക്ക് പുറത്താക്കി കഴിഞ്ഞിരുന്നു. ക്രമേണ കടൽ ശാന്തമായി വന്നു. ആരും സംസാരിച്ചില്ല. എല്ലാവരിൽ നിന്നും ആശ്വാസത്തിന്റെ നെടുനീർപ്പുകൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു. ജൂലിയൻ ഫ്ലാക്സിൽ നിന്നും കാപ്പി വിളമ്പിക്കൊണ്ട് എല്ലാവരുടെയും അരികിലെത്തി. ഫെഡറിക്ക് അവളുടെ കവിളിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, നീ അസലൊരു മിടുക്കിയാണ്. ജൂലിയന് അഭിനന്ദനം ഇഷ്ടമായി. എല്ലാവരും സന്തോഷത്തോടെ തന്നെ നോക്കുന്നത് അവൾ കണ്ടു. അവൾക്ക് അഭിമാനം തോന്നി. എല്ലാവരും നനഞ്ഞു കുതിർന്നുവെങ്കിലും മദ്യവും കാപ്പിയും സിഗരറ്റും ഉള്ളിൽ വേണ്ടത്ര ചൂട് നൽകി. അത്ഭുതകരമായൊരു രക്ഷപ്പെടൽ. തങ്ങൾ ഇപ്പോഴും ജീവനോടിരിക്കുന്നു എന്ന അത്ഭുതം അതവരിൽ രക്ഷപ്പെടലിന്റെ പ്രതീതി ജനിപ്പിച്ചു. തികച്ചും സുരക്ഷിതരായി എന്ന തോന്നൽ അവരിൽ വളരെ സമയം നിറഞ്ഞു നിന്നു. നമ്മൾ ഏത് ദിക്കിലാണെന്നറിയാമോ? ഫെഡറിക് ചോദിച്ചു. കോമ്പസ് പ്രവർത്തിക്കുന്നില്ല, വാച്ചുകളും റേഡിയോയും പ്രവർത്തിക്കുന്നില്ല, എഞ്ചിൻ പോലും ഇടയ്ക്കിടെ നിന്നു പോകുന്നു, റാൾഫ് പറഞ്ഞു. അപ്പോ ഡെത്ത് കറന്റിലാണ് നമ്മൾ, അതിശക്തമായ കാന്തിക മേഖലയ്ക്കുള്ളിൽ. അതിനെക്കുറിച്ച് ഇനി സംശയിക്കാനില്ല. നാശനഷ്ടങ്ങളുടെ കണക്കുവല്ലതറിയോ? ലോഞ്ച് ഏതാണ്ട് താർന്നു മട്ടിലായി. കടലൊലിച്ചുപോയ സാധനങ്ങൾ കണക്കില്ല. നമുക്ക് ജീവിക്കാൻ വിധിയുണ്ടോ എന്നറിഞ്ഞിട്ടാവാം നഷ്ടങ്ങളുടെ കണക്കെടുപ്പ്. കോമ്പസ് പ്രവർത്തിക്കാത്തതിനാൽ ലോഞ്ച് പതുക്കെയാണ് നീങ്ങിയത്. വെളുപ്പാങ്കാലമായപ്പോൾ ദിക്കുകളെക്കുറിച്ച് ഒരു ഏകദേശ ബോധം വന്നു തുടങ്ങി. കിഴക്കൻ ചക്രവാളത്തിന്റെ ഉദയത്തിൽ വിളർച്ച കണ്ടു തുടങ്ങി. അതോടൊപ്പം ചക്രവാളത്തിന്റെ ചുവട്ടിൽ ഒരു കറുത്ത പൊട്ട് കാണപ്പെട്ടു. ബൈനോക്കുലറിലൂടെ റാൾഫ് നോക്കിയെങ്കിലും ഒന്നും വ്യക്തമായില്ല. ഒരുപക്ഷെ കരയായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും പാറക്കൂട്ടം, അതുമല്ലെങ്കിൽ ഒരു കപ്പൽ. യാത്രക്കാരിൽ പെട്ടെന്ന് പ്രത്യാശ നിറഞ്ഞു, പ്രതീക്ഷയും ഉത്സാഹം നിറഞ്ഞു. ക്രഫോർഡ് ആ കറുത്ത പെട്ടിനു നേരെ ലോഞ്ച് ഓടിച്ചു നീങ്ങി. കറുത്ത പൊട്ട് വലുതായിക്കൊണ്ടിരിക്കുന്നു. കരയാണത്, കര. ബൈനോക്കുലർ താത്തിയിട്ട് അർണോൾഡ് വിളിച്ചു കൂകി. എന്ന് പറഞ്ഞുകൂടാ, ഒരൊറ്റ പക്ഷിയെ പോലും കാണാനില്ല. ഹാരിസ് പിറുപിറുത്തു. ക്രമേണ ദൃശ്യത്തിന് കൂടുതൽ വ്യക്തത ലഭിച്ചു. മുന്നിൽ കാണുന്നത് കരയാണെന്ന് സ്പഷ്ടമായി. യാത്രക്കാർ പരസ്പരം ആലിംഗനം ചെയ്ത് അവർ ആഹ്ലാദത്തിൽ പ്രകടിപ്പിച്ചു. ദ്വീപ് പോലെ തോന്നുന്നു, റാൾഫ് നെറ്റിച്ചുളിച്ചു പറഞ്ഞു. ആയിരിക്കാം, മനുഷ്യവാസമില്ലാത്ത ദ്വീപാവനം വഴിയുണ്ട്. ആയിരിക്കട്ടെ. എന്തായാലും കടലിൽ മുങ്ങിച്ചാവുന്നതിനെ കുറിച്ചതിനേക്കാൾ ഭേദമാണ് ദ്വീപിൽ കിടന്നു മരിക്കുന്നത്. ലോഞ്ച് ദ്വീപിനോടടുത്തു. ഭയാനകമായ മനോഹരിതയാണ് ആ ദ്വീപിനെന്ന് റാൾഫ് വിചാരിച്ചു. അത് അഗാധമായ ശാന്തതയിൽ മുഴുകിക്കിടക്കുന്നത് പോലെ തോന്നി. എല്ലാവർക്കും കരയ്ക്കിറങ്ങാൻ തിടുക്കമായി. ക്രഫോർഡ് ദ്വീപിനെ വലം വെച്ച് ഓടിച്ചു നീങ്ങി. അപകടം കൂടാതെ കരയ്ക്കടുപ്പിക്കാൻ സാധിക്കുമോ എന്ന് നോക്കിയായിരുന്നു ലക്ഷ്യം. ദ്വീപിന്റെ 3 വശവും പാറക്കൂട്ടങ്ങളാൽ ചുറ്റിപ്പെട്ടിരിക്കുന്നു. കരയോട് ചേർന്ന് കടലിൽ തന്നെ പാറക്കൂട്ടങ്ങൾ ഉയർന്നു നിൽക്കുന്നു. സൂക്ഷിച്ച്, റാൾഫ് മുന്നറിയിപ്പ് നൽകി. വെള്ളത്തിനടിയിൽ പൊന്തി നിൽക്കുന്ന പാറയോ പവിഴപ്പുറ്റോ ഉണ്ടാകും. അതിൽ ചെന്നുകൊണ്ടിടിച്ചു മരിക്കണ്ട. ക്രഫോർഡ് വളരെ സൂക്ഷിച്ചാണ് നീങ്ങിയത്. ഒരു ഭാഗത്ത് ഒരൽപ്പം മണൽത്തീരം കണ്ടു. മറ്റൊരിടത്തേക്ക് നേരെ കാട്ടിലേക്കാണ് കടൽ അടിച്ചു കയറിക്കൊണ്ടിരിക്കുന്നത്. ഉയർന്ന പുൽമേടുകളും കുറ്റിക്കാടുകളും പാറക്കൂട്ടങ്ങളും കാടുകളുമുള്ള ഒരു ചെറിയ ദ്വീപാണെന്ന് തോന്നി. ഇവിടെ മനുഷ്യരില്ലെന്ന് ഞാൻ വാതുകെട്ടാം, ക്രിസ്റ്റഫർ പറഞ്ഞു. ദ്വീപിൽ മനുഷ്യവാസമുള്ള ലക്ഷണമൊന്നും കാണാനില്ല. മനുഷ്യവാസമില്ലാത്ത ഒരു ദ്വീപിൽ ഇറങ്ങുന്നതിന് മുമ്പ് 2 തവണ ചിന്തിക്കണം, റാൾഫ് താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു. ബോട്ടടുപ്പിക്കുന്നില്ലെങ്കിൽ ഞാൻ നീന്തിയെങ്കിലും കരപറ്റും. ഏത് ചെകുത്താൻ തുരുത്തായാലും വെട്ടിപ്പൊളിഞ്ഞ ഈ മരക്കഷ്ണത്തെക്കാൾ സുരക്ഷിതം അതായിരിക്കും. ഹാരിസും ഫെഡറിക്കും ഒരേ സ്വരത്തിൽ അറിയിച്ചു. എല്ലാവരും കരക്കിറങ്ങുവാൻ വെമ്പൽ കൊള്ളുകയായിരുന്നു. ലോഞ്ചിന് സാരമായ കേടുപാടുകളുണ്ട്. എഞ്ചിനും തകരാറുണ്ട്. ഇനി കേടുപോക്കില്ലാതെ കടലിൽ അതുകൊണ്ടുള്ള യാത്ര ചെയ്യാനൊക്കില്ല. കടൽ ഒരു ലഗൂൺ ദ്വീപിലേക്ക് അല്പം തള്ളിക്കാണപ്പെട്ട ഭാഗത്തേക്ക് ലോഞ്ച് അടുപ്പിക്കുവാൻ തീരുമാനിച്ചു. അത് അവിടേക്ക് തന്നെ മെല്ലെ നീങ്ങി. അധ്യായം 3. പതുക്കെ തള്ളി നീക്കുന്നത് പോലെ അത്രമേൽ സുരക്ഷിതത്തോടെയാണ് ലോഞ്ച് കരക്കെടുത്തത്. ചെളിത്തട്ടയോട് അടുത്ത് ചെന്നപ്പോൾ ക്രിസ്റ്റഫോർഡ് അതിനെ കരയിലേക്ക് ലംബമായി തിരിച്ച് ഇരുവശം വെള്ളത്തിനടിയിൽ ചെളിത്തട്ടിലടിച്ച് ലോഞ്ച് ആകെ നുലഞ്ഞു. അടിവശം ചെളിയിൽ ഉറച്ചിട്ടുണ്ടാവും. ഹാരിസ് വെള്ളത്തിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു.
അത് സാരമില്ല, ഇപ്പോൾ വേലിയിറക്കത്തിന്റെ സമയമാണ്. വേലിയേറ്റമാവുമ്പോൾ ശരിയായിക്കൊള്ളും, റാൾഫ് പറഞ്ഞു. എല്ലാവരും ലോഞ്ചിന്റെ വിളമ്പിൽ വന്നു നിന്ന് കരയിലേക്ക് ഉറ്റുനോക്കി. മരങ്ങളും വള്ളിപ്പടർപ്പുകളും തിങ്ങിയ കാടാണ്. മുമ്പിൽ മനുഷ്യരുള്ള ലക്ഷണമൊന്നുമില്ല. ഫെഡറിക്ക് വിളമ്പിൽ നിന്നും കരയിലേക്ക് ചാടാനൊരുങ്ങി. പെട്ടെന്ന് ഷാൻപിയർ തുറന്നു. ചെളിയാണോ എന്ന് നോക്കിയിട്ട് മതി. ഷാൻപിയർ ലോഞ്ചിനുള്ളിൽ ഉണക്കിക്കിടന്ന ഒരു കമ്പിയെടുത്ത് കരയിലേക്ക് പലയിടത്തായി കുത്തിത്താഴ്ത്തി നോക്കി. ഒരിടത്തും ഒരടിയിൽ കൂടുതൽ താണില്ല. ശരി, ഇറങ്ങിക്കോളൂ, റാൾഫ് അനുമതി നടന്നു. ഫെഡറിക്കും ഹാരിസും ചാടി ഇറങ്ങി. അവിടെ നടന്നു നോക്കി. പാദങ്ങൾ ചളിയിൽ പൊതിയുമെന്നേ ഉള്ളൂ, മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. വാതിലിൽ നിന്നും കരയിലേക്ക് നീണ്ട പലകളെടുത്ത് അതിലൂടെ മറ്റുള്ളവരും ഇറങ്ങി. കരയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആശങ്കയായി. നമുക്കൊന്ന് ചുറ്റി നടന്നു കണ്ടാലോ, റാൾഫ് പറഞ്ഞു. അവർ കാട്ടിനുള്ളിലേക്ക് നടന്നു. ഷാൻപിയറും ക്രിസ്റ്റഫറും ക്രഫോർഡും മുമ്പേ നടന്നു. അവർ ആയുധങ്ങൾ കരുതിയിരുന്നു. വള്ളിപ്പടർപ്പുകൾക്കിടയിലൂടെ അവർ നുഴഞ്ഞു നീങ്ങി വലതുഭാഗത്തേക്ക് നടന്നു. അവർ മണൽത്തീരമുള്ള ഭാഗത്തെത്തി. ഇവിടെ നല്ലൊരു ബീച്ചാണ്, ക്രിസ്റ്റഫർ പറഞ്ഞു. ആ ഭാഗത്തു നിന്നും ദ്വീപിലേക്കുള്ള ഒറ്റതിരിഞ്ഞ വൃക്ഷങ്ങൾ മാത്രമേ ഉള്ളൂ. 4 ഭാഗത്തേക്കും ശ്രദ്ധാപൂർവം കണ്ണോടിച്ചുകൊണ്ട് അവർ ഉള്ളിലേക്ക് പോയി. അപരിചിതരെ കണ്ട് മരങ്ങളിൽ നിന്നും പക്ഷികൾ ചിറകടിച്ചു പറന്നകലുന്ന ശബ്ദം ദ്വീപിന്റെ നിശബ്ദതയെ വല്ലാതെ മുഴകി. മൈതാനം പോലെ കാണപ്പെട്ട അടിഭാഗത്തെത്തിയപ്പോൾ ക്രിസ്റ്റഫർ പറഞ്ഞു, ഒന്നാന്തരം പുൽത്തകടി. മരങ്ങൾ വെട്ടിമാറ്റിയാൽ ഫുട്ബോൾ ഗ്രൗണ്ടിന് കൊള്ളാം. നമ്മളൊരു ഫുട്ബോൾ കൊണ്ടുവരാൻ മറന്നു. ക്രഫോർഡിന് പരിഹാസം. ക്രിസ്റ്റഫർ അയാളെ തുറച്ചു നോക്കി. ബന്ധവരികൾ തമ്മിലുള്ള പക നിറച്ച നോട്ടം. ദ്വീപിന്റെ മധ്യഭാഗത്തുള്ള കുന്നിൻചൂട്ടിൽ ചെന്നിട്ടും ഒരൊറ്റ മൃഗത്തെ പോലും കാണാൻ സാധിച്ചില്ല. ക്രിസ്റ്റഫറും ഷാൻപിയറും കുന്നിൻ മുകളിലേക്ക് കയറാൻ ഭാവിച്ചു. അവരോടൊപ്പം ഹാരിസും ഹർണോളും ഫെഡറിക്സും കരോളൈസിയും ജൂലിയനും പോകാൻ തയ്യാറായി. ബാക്കിയുള്ള ക്രഫോർഡിനും റാൾഫിനുമൊപ്പം താഴെ നിന്നു. കുന്നിൻ ചെരുവിലെ കുറ്റിക്കാടുകൾ വകഞ്ഞു മാറ്റി ഷാൻപിയറും സംഘവും മുകളിലേക്ക് കയറിപ്പോയി. കുന്നിൻ മുകൾ ഭാഗം പുൽമേടായിരുന്നു. അവിടെ നിന്ന് ദ്വീപിന്റെ മിക്ക ഭാഗങ്ങളും കാണാം. മനുഷ്യരില്ലെന്നത് തീർച്ചയായി. 4 ചുറ്റും കണ്ണോടിച്ചിട്ട് ഷാൻപിയർ പറഞ്ഞു, ദ്വീപിന്റെ പകുതിയും വനമാണ്. ഇടയ്ക്കിടെ മീതെ മഞ്ഞ നിറമുള്ള വെള്ളം കെട്ടിക്കിടക്കുന്ന ചതുപ്പുകൾ, വലിയൊരു ചെളിക്കായൽ, ഒരു ഭാഗത്ത് പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ പുൽപ്രദേശം. ഏറിയാൽ 30 മൈൽ ചുറ്റളവ്. അത്ര തന്നെ വരില്ല, ഷാൻപിയർ കണക്കുകൂട്ടി. ദ്വീപിനെ അഗാധവും നിശബ്ദവുമായ ഭയാനകവുമായ ശാന്തത പൊറിഞ്ഞിരിക്കുന്ന പോലെ അയാൾക്ക് തോന്നി. പക്ഷികളുടെ ശബ്ദം മാത്രം വല്ലപ്പോഴും കേട്ടു. മനുഷ്യർക്ക് താമസിക്കാൻ കൊള്ളാവുന്ന ഈ ദ്വീപ് വിജനമായിരിക്കുന്നതാണ് അതിശയം, ഷാൻപിയർ പറഞ്ഞു. ഇവിടെ അസാധാരണമായ എന്തെങ്കിലും പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു. ഷാൻപിയറും സംഘവും താഴേക്ക് മടങ്ങി. കുന്നിൻചൂട്ടിൽ കാത്തിരിക്കുന്നവരോടായി ക്രിസ്റ്റഫർ പറഞ്ഞു, ആകാശത്തു നിന്നും കൽപ്പനകളൊന്നുമില്ല. ദ്വീപ് വിജനമാണ്. കാടും ചതുപ്പും പുൽമേടും പാറക്കെട്ടും നിശബ്ദം. പിശാശ് ആവഹിച്ചതുപോലെ. തിരികെ കടൽക്കരയിലേക്ക് നടക്കുന്നതിനിടയിൽ ഹാരിസ് ചോദിച്ചു, എന്താണ് തീരുമാനം? എന്തുകൊണ്ടാണ് ആരും അതിനെക്കുറിച്ച് ചിന്തിക്കാത്തത്? നമ്മൾ എങ്ങനെ തിരിച്ചു പോകും? നമ്മൾ രാത്രി എവിടെ കഴിച്ചുകൂട്ടും? ലോഞ്ചിനി കേടുപോക്കാതെ കടൽ യാത്രയ്ക്ക് കൊള്ളുകയില്ലെന്ന് നിശ്ചയം. ക്രിസ്റ്റഫർ ഫുട്ബോൾ കോർട്ടിന് കൊള്ളാമെന്ന് പറഞ്ഞ പുൽത്തകടിയിൽ അവർ വട്ടം കൂടിയിരുന്ന് ഭാവി പരിപാടികൾ അലച്ചു. നമ്മളിവിടെ തങ്ങിയേ പറ്റൂ, ഷാൻപിയർ പറഞ്ഞു. കഷ്ടിച്ച് 2 മാസത്തെ ഭക്ഷണം സ്റ്റോക്ക് ഉണ്ടാവും. ടെന്റുകൾ അടിക്കേണ്ട സ്ഥാനമാണിനി കണ്ടുപിടിക്കേണ്ടത്. ഈ പുൽത്തകടി കൊള്ളാം. നമ്മുടെ തുറമുഖത്തേക്ക് വലിയ അകലമില്ല, ക്രിസ്റ്റഫർ അഭിപ്രായപ്പെട്ടു. സംഘം ലോഞ്ചിൽ തിരിച്ചെത്തി. അതിനുള്ളിലിരുന്ന് പ്രഭാത ഭക്ഷണം കഴിച്ചു. അതിനുശേഷം ടെന്റുകൾ സ്ഥാപിക്കാനുള്ള പണി തുടങ്ങി. ടെന്റ് അടിക്കാനുള്ള സാധന സാമഗ്രികൾ ലഞ്ചിനുള്ളിൽ കരുതിയിരിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും വിയർത്തു പണിയെടുത്തു. ഉച്ചയോടെ 7 ക്യാൻവാസ് ടെന്റുകളും പണി തീർന്നു. പുൽത്തകടിയിൽ മരങ്ങൾക്കിടയിൽ 7 വെള്ളക്കൂടാരങ്ങൾ, ഒരെണ്ണം സ്റ്റോർ മുറിയായും ഒരെണ്ണം ഭക്ഷണമുറിയായും വേർതിരിച്ചു. 5 എണ്ണം താമസത്തിന്. 3 കൂടാരങ്ങളിൽ പുരുഷന്മാർ, 2 എണ്ണം സ്ത്രീകൾക്കും. ഉച്ചതിരിഞ്ഞ് ലോഞ്ചിനുള്ളിൽ സാധനങ്ങൾ ടെന്റുകളിലേക്ക് ചുമന്നെത്തിക്കുന്ന ജോലി തകൃതിയായി നടന്നു. മടക്കി വയ്ക്കാവുന്ന ശയ്യോപകരണങ്ങൾ, മേശകൾ, കസേരകൾ, ഭക്ഷണ വിഭവങ്ങൾ, പാചകോപകരണങ്ങൾ, ഇന്ധനങ്ങൾ മുതലായവ. വൈകുന്നേരത്തോളം ഉണങ്ങിയ മരക്കഷ്ണങ്ങൾ പെറുക്കി ടെന്റുകൾ സമീപം അവർ തീകൂട്ടി. തീക്ക് ചുറ്റും വരുന്ന് അവർ ആഹാരവും മദ്യവും കഴിച്ചു. പിന്നെ പുകവലിച്ചും സംസാരിച്ചും അവിടെ തന്നെയിരുന്നു. ഷാൻപിയർ റേഡിയോയും വയർലെസ്സും പ്രവർത്തിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഫലിച്ചില്ല. വെറുതെ സമയം കളയണ്ട, തീ കാഞ്ഞുകൊണ്ടിരുന്ന ക്രിസ്റ്റഫർ വിളിച്ചു പറഞ്ഞു. കണ്ടില്ലേ, വാച്ചുകൾ പോലും പ്രവർത്തിക്കുന്നില്ല. ബാഹ്യലോകത്തിന് വെറുമൊരു ഐതിഹ്യം മാത്രമായ ഡെത്ത് കറന്റിന് നടുവിലെ തുരുത്തിലാണ് നമ്മൾ. ആരുമൊന്നും മിണ്ടിയില്ല.
ഖേദിക്കാനൊന്നുമില്ല, ക്രിസ്റ്റഫർ വന്യമായ ചിരിയോടെ തുറന്നു. നമ്മൾ ഈ ദ്വീപിന്റെ ചക്രവർത്തിമാരായി തീർന്നിരിക്കുന്നു. നമ്മുടെ സ്വന്തം ദ്വീപ്. കൂട്ടിന് 4 പെൺകുട്ടികളുമുണ്ട്. അവർ പ്രസവിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ തലമുറകൾ ഇവിടെ പെരുകും. ഇവിടെ കൃഷികളിടങ്ങളുണ്ടാവും. വീടുകളും പള്ളികളും സ്കൂളുകളും ക്ലബ്ബുകളും മദ്യശാലയും സിനിമാ തിയേറ്ററുകളും സൈനിക പരിശീലന കേന്ദ്രവും ആണവായുധ മിസൈലുകളും സ്പേസ് ഷട്ടിലുകളും. ക്രിസ്റ്റഫർ ഉറക്കെ ചിരിക്കാൻ ആരംഭിച്ചു. ചിരിക്കടയിൽ ഭ്രാന്തെടുത്ത പോലെ അയാൾ വിളിച്ചു പറഞ്ഞു, അമേരിക്കക്കാരല്ലേ നമ്മള്. രാത്രിയിൽ ആർക്കും ഉറക്കം വന്നില്ല. വിജനദ്വീപിൽ വനഭൂവിൽ കറുത്ത ഇരുട്ട് കനത്തുകൊണ്ടിരിക്കുന്നു. ടെന്റിനുള്ളിൽ ദീർഘനിശ്വാസങ്ങൾ. ഉണ്ടോ എന്ന് നിശ്ചയമില്ലാത്ത അജ്ഞാത ശത്രുവിനെതിരെ അവർ ആയുധങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നു. ആരും ശരിക്കുറങ്ങിയില്ല. ഒരില്ലന് അനക്കമുണ്ടായാൽ ഞെട്ടിയുണരുകയും 5 ടെന്റുകളിലും പ്രഭാതം വരെയും മെഴുകുതിരികൾ പ്രകാശം വെതിരിക്കൊണ്ടിരിക്കുന്നു. രാവിലെ പ്രഭാതം. ജൂലിയനും കരോളേസിയും രാവിലെ കാപ്പികൾ തയ്യാറാക്കി ടെന്റുകളിൽ എത്തിച്ചുകൊണ്ടിരുന്നു. മിക്കവരും എല്ലാവരും നേരത്തെ ഉണർന്നു കഴിഞ്ഞിരുന്നു. എല്ലാവർക്കും ഒരേപോലെ ദേഹവേദന അനുഭവപ്പെടുന്നത് അതിശയകരമായി തോന്നി. നട്ടലിന് ശരിക്കും കടച്ചിലുണ്ടായിരുന്നു. ഓജസ്സും കരുത്തും മാറുന്നുപോയതുപോലെ ഭയങ്കര ക്ഷീണമായിരുന്നു. ഇന്നലെ കഠിനമായി പണിയെടുത്തിട്ടുണ്ടാവണം. ഹാരിസ് അങ്ങനെ സമാധാനിച്ചു. കോഫി വിതരണം ചെയ്യുന്നതിനിടയിലാണ് റാൾഫിനെ കാണാനില്ലെന്ന് അയാൾ അറിഞ്ഞത്. അയാൾ കിടക്കയിലില്ല. അദ്ദേഹം 6. റാൾഫിനെ കാണാനില്ലാതെന്നത് സംഘങ്ങളെ സംഭീതരാക്കി. ഒരുപക്ഷെ ലോഞ്ചിനരികിലേക്ക് പോയതാവും, വിൽബർട്ട് പറഞ്ഞു. അത് ശരിയായിരിക്കുമെന്ന് എല്ലാവർക്കും തോന്നി. അവർ നേരെ കടൽക്കരയിലേക്ക് പോയി. അവിടെ ലോഞ്ച് അടുപ്പിച്ചിരിക്കുന്ന മരത്തിൽ ചാരി റാൾഫ് നിൽക്കുന്നത് കണ്ട് എല്ലാവർക്കും ആശ്വാസമായി. റാൾഫ് കണ്ട ഉടനെ ക്രഫോർഡ് വിളിച്ചു. റാൾഫ് ഒന്ന് തിരിഞ്ഞു നോക്കിയത് കൂടിയില്ല. എന്തോ കുഴപ്പമുണ്ട്. ക്രഫോർഡ് മരങ്ങൾക്കിടയിലൂടെ പെട്ടെന്ന് നീങ്ങി, പുറകെ മറ്റുള്ളവരും. അവർ ലോഞ്ച് അടുപ്പിച്ചിരിക്കുന്ന ഭാഗത്തെത്തി. റാൾഫ്. ക്രഫോർഡിന്റെ ശബ്ദം തൊണ്ടയിൽ കുടുങ്ങി. ലോഞ്ച് കാണാനില്ല. അത് കെട്ടിയിരിക്കുന്ന ഭാഗം ശൂന്യമാണ്. ലോഞ്ച് അവിടെ? ഷാൻപിയർ അന്താളിച്ചു. റാൾഫിന്റെ മുഖം വെള്ളക്കടലാസ് പോലെ. ലോഞ്ച് കെട്ടിയിരിക്കുന്ന വടം പൊട്ടി മരച്ചുവട്ടിൽ വീണു കിടക്കുന്നു. അവർ കടലിലേക്ക് നോക്കി. ഒന്നും കാണാനില്ല. ദൂരെ പുറംകടലിൽ ഒരു ചുഴലിക്കാറ്റിന്റെ ആരവം. പെടുന്നനെ ഉയരുകയും വേഗത്തിൽ പാഞ്ഞുപോയി പെടുന്നനെ ഇല്ലാതാവുകയും ചെയ്യുന്ന ജലഗോപുരങ്ങൾ. ക്യാപ്റ്റൻ, നമ്മുടെ മരക്കഷ്ണങ്ങൾ എവിടെ? ക്രിസ്റ്റഫർ ചോദിച്ചു. അതും കാണാനില്ല. റാൾഫ് പണിപ്പെട്ടു പറഞ്ഞു. നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ തന്നെയാണ് ഞാനും കണ്ടത്. അതിനെ തിരയെടുത്തു കൊണ്ടുപോയെന്നോ? ഷാൻപിയർ അമ്പരന്നു. ലോഞ്ച് കിടന്നിരുന്ന ഭാഗം കുളം പോലെ ശാന്തമാണ്. അവിടെ ചെറുതിരകളേയുള്ളൂ. അവയ്ക്ക് ഒരു തോണിയെപ്പോലും വലിച്ചു പുറംകടലിൽ എത്തിക്കാനുള്ള കെൽപ്പില്ല. അത് തിരയിൽപ്പെട്ട് താർന്നുപോയെങ്കിൽ എന്തിന്? അതിന്റെ ഒരു സൂചനയെങ്കിലും കാണേണ്ടതല്ലേ? കടലിലൊഴുകി നടക്കുന്ന പലക കഷ്ണങ്ങളെങ്കിലും. ലോഞ്ചിനെ തിരയെടുത്തതല്ല, അതെനിക്ക് ഉറപ്പാണ്, റാൾഫ് പറഞ്ഞു. വടം വലിച്ചു പൊട്ടിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ കടിച്ചു മുറിച്ചിരിക്കുന്നു. എന്നിട്ട് ലോഞ്ചിനെ ആഴമുള്ളിടത്തേക്ക് തള്ളിക്കൊണ്ടുപോയി മുക്കിക്കളഞ്ഞു. ആര്? എല്ലാവരും ഒരേ സ്വരത്തിൽ ചോദിച്ചു. അതെനിക്കറിഞ്ഞൂടാ. അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഒരുപറ്റം മനുഷ്യർ അത് ചെയ്തു എന്നാണോ? ക്രഫോർഡ് ചോദിച്ചു. മനുഷ്യരായിരിക്കണമെന്നില്ല, പക്ഷേ പക്ഷികളും മൃഗങ്ങളും കൂടി ചെയ്തുവെന്നോ? ക്രിസ്റ്റഫർ പരിഹരിച്ചു. എനിക്കറിഞ്ഞൂടാ. റാൾഫ് കൈമലർത്തി. റോബിൻസൺ ക്രൂസോയുടെ കഥയിൽ എന്ന പോലെ നരഭോജികളായ ഒരുപറ്റം കാട്ടാളന്മാർ ഈ കാട്ടിലുണ്ടാകണമെന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഷാൻപിയർ ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ കരയിലെ കാൽപ്പാടുകൾ ഉണ്ടാകണമല്ലോ. ഞാൻ ഈ പരിസരം മുഴുവൻ സൂക്ഷ്മ പരിശോധന നടത്തി. നമ്മുടെ ഷൂസുകളുടെ അടയാളം മാത്രമേ ഉള്ളൂ, റാൾഫ് പറഞ്ഞു. നമ്മുടെ ലോഞ്ച് നഷ്ടപ്പെട്ടതിന് പിന്നിൽ ആരുടെയോ കുൽസിത ബുദ്ധി പ്രവർത്തിക്കുന്നുണ്ടെന്ന് തീർച്ചയാണ്. അതിനെക്കുറിച്ച് ആർക്കും തർക്കമില്ല. ലോഞ്ച് നഷ്ടപ്പെട്ടുവെന്ന് സത്യം, പക്ഷേ അത് വിശ്വസിക്കാനാവുന്നില്ല. ലോഞ്ച് നഷ്ടപ്പെട്ടുവെന്നാൽ തങ്ങൾ ഈ ദ്വീപിൽ കുടുങ്ങിപ്പോയി എന്നാണ് അർത്ഥം. ഷാൻപിയറും ക്രഫോർഡും ആ പരിസരങ്ങളിൽ പരിശോധന നടത്തി. കടൽക്കരയിൽ നിന്നും തിരിച്ചു പോരാൻ എല്ലാവർക്കും മടി. പ്രത്യാശയുടെ അടയാളം കാണാനുണ്ടോ എന്ന് അവർ കടലിലേക്ക് നോക്കി നിന്നു. ടെന്റുകൾക്കരിയിലൂടെ പോകാമെന്ന് റാൾഫ് പറഞ്ഞപ്പോൾ എല്ലാവരും അനുസരിച്ചു. ദ്വീപിൽ തങ്ങൾക്കെതിരെയുള്ള പ്രവർത്തിച്ച അജ്ഞാത ശത്രുവിനെക്കുറിച്ച് ഭീതിയോടെ അവർ കൂടാരങ്ങളിൽ തിരിച്ചെത്തി. ക്രഫോർഡ് ഭൂപടങ്ങളിലും മറ്റും മേശമേൽ നിരത്തിവെച്ച് ദ്വീപിന്റെ സ്ഥാനം പസഫിക്കിലെവിടെയാണെന്ന് നിർണ്ണയിക്കാൻ ശ്രമിച്ചു. സമീപത്ത് മനുഷ്യവാസമുള്ള ദ്വീപുകൾ ഏതെന്ന് കണ്ടുപിടിക്കാനുള്ള വൃഥാശ്രമവും നടത്തി. ഷാൻപിയർ തന്റെ പെട്ടിക്കുള്ളിൽ പരതി ഒരു പുസ്തകം തപ്പിയെടുത്തു. പസഫിക്കിലെ ദ്വീപുകളെക്കുറിച്ചും കപ്പൽ പാതകളെക്കുറിച്ചും കടലൊഴുക്കുകളെക്കുറിച്ചും അപകട മേഖലകളെക്കുറിച്ചും വിശദമായി പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമാണിത്. ഏറെ സമയത്തെ പേജ് മറക്കലിനു ശേഷം
അയാൾ അപകട മേഖലയെക്കുറിച്ചുള്ള ഭാഗം കണ്ടെത്തി. അതിൽ ഡെത്ത് കറന്റിനെ കുറിച്ച് പരാമർശിച്ചിരുന്നു. ആൻഡ്രൂസ് ജാക്സൺ എന്ന നാവികൻ ഡെത്ത് കറന്റിനെ കുറിച്ച് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഓസ്ട്രേലിയയുടെ കിഴക്ക് ഭാഗത്ത് പസഫിക് സമുദ്രത്തിന്റെ ഒരു ഭാഗം അനേകം വർഷങ്ങളായി അപകട മേഖലയിലേക്ക് കാണപ്പെടുന്നു. അമേരിക്കയിൽ നിന്നും 5000-ഓളം മൈലുകളെ വടക്കു പടിഞ്ഞാറായിട്ടാണ് ഡെത്ത് കറന്റ് എന്ന നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ സമുദ്രമേഖല. ഇതൊരു സങ്കല്പം മാത്രമാണെന്ന് പലരും കരുതുന്നു. എന്നാൽ സാഹസികരായ പല നാവികരുടെയും അവകാശവാദം ഡെത്ത് കറന്റ് എന്ന അത്ഭുതത്തെക്കുറിച്ചും വ്യക്തിപരമായ തെളിവുകളിലൊന്നുമില്ല. അത് കണ്ടിട്ടുള്ളവർ മടങ്ങി വന്നിട്ടുമില്ല എന്ന് നാവികർ വിശ്വസിച്ചു പോരുന്നു. ദിക്കു തെറ്റിപ്പോയ കപ്പലുകൾ ഡെത്ത് കറന്റിൽ കുടുങ്ങിപ്പോയതായി ഊഹാപോഹങ്ങളുണ്ട്. 1955 ഗ്രാൻഡ് മാസ്റ്റർ എന്ന ചരക്ക് കപ്പൽ കാണാതായതാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവം. കാണാതായ കപ്പലുകളുടെ അവശിഷ്ടത്തെ പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 1843 ജെയിംസ് വാണ്ട് എന്ന നാവികൻ എഴുതിയ കുറിപ്പിൽ ഇങ്ങനെ പറയുന്നു: ഡെത്ത് കറന്റ് ഏകദേശം 300 മൈൽ ചുറ്റളവിൽ സ്ഥിതി ചെയ്യപ്പെടുന്ന സമുദ്രമേഖലയാണ്. ഡെത്ത് കറന്റിൽ പൗർണമി നാളിൽ ഒഴികെ മറ്റെല്ലായ്പ്പോഴും അതിശക്തമായ ചുഴലിക്കാറ്റുണ്ട്. മലകൾ പോലെയുള്ള തിരകളും ഭയാനകമായ ചുഴലികളും മണിക്കൂർ 400 മൈൽ വേഗതയിലുള്ള അടിയൊഴുക്കുമാണ് ഡെത്ത് കറന്റിന്റെ പ്രത്യേകത. ഡെത്ത് കറന്റിന്റെ നടുവിൽ ഒരു ദ്വീപുള്ളതായി കരുതപ്പെടുന്നു. 1834 റോണർ മാർട്ടൻ എന്നൊരു നാവികൻ പൗർണമി ദിവസം ദ്വീപിനടുത്തുകൂടി കപ്പലോടിക്കുകയുണ്ടായിരുന്നത്. അങ്ങനെയാണ് പൗർണമി നാളിൽ ഡെത്ത് കറന്റ് ശാന്തമാകുമെന്നൊരു വിശ്വാസം നാവികർക്കിടയിൽ വ്യാപിച്ചത്. അതിനുശേഷം അനേകം നാവിക സംഘങ്ങൾ ഡെത്ത് കറന്റിന്റെ നിജസ്ഥിതി അറിയാൻ സാഹസിക യാത്രകൾ പലതും നടത്തിയെങ്കിലും ഡെത്ത് കറന്റോ ദ്വീപോ കാണാനാവാതെ മടങ്ങുകയാണുണ്ടായത്. എന്നാൽ 1898 ഡെത്ത് കറന്റ് തേടിപ്പോയ ക്യാപ്റ്റൻ ജോൺ ഐക്മാന്റെ നേതൃത്വത്തിലുള്ള നാവിക സംഘവും 1921 പോയ ക്യാപ്റ്റൻ മാർലോ ബോണ്ടും സംഘവും 1984 പോയ മാർക്ക് ആലൻഡൈൻ സംഘവും തിരിച്ചു വന്നില്ല. അവരുടെ കപ്പലുകളെ ഡെത്ത് കറന്റ് വിഴുങ്ങിയതായും നാവികർ വിശ്വസിച്ചു പോരുന്നു. 1984 ശേഷം ആരും ഡെത്ത് കറന്റ് തേടിപ്പോയിട്ടില്ല. ഡെത്ത് കറന്റിന്റെ ദൈവത്തിന്റെ ശാപമായും മരണത്തിന്റെ പ്രതീകമായും നാവികർ കരുതി പോന്നു. 1955 ഗ്രാൻഡ് മാസ്റ്റർ എന്ന ചരക്ക് കപ്പൽ കാണാതായതിനെ തുടർന്ന് അന്വേഷിച്ചുപോയ 3 ഹെലികോപ്റ്ററുകൾ മുന്നറിയിപ്പൊന്നും കൂടാതെ അപ്രത്യക്ഷമായി. ഡെത്ത് കറന്റിന് മുകളിലും വായുമണ്ഡലത്തിലും ശക്തമായ ചുഴലിക്കാറ്റുണ്ടെന്ന്, അതും വിമാനങ്ങളെ കടലിലേക്ക് വലിച്ചെറിയുമെന്നുള്ള വിശ്വാസവും ആ സംഭവത്തിന് ശേഷമാണ് നാവികർക്കിടയിലുണ്ടായിരുന്നത് വ്യാപിച്ചത്. എന്തായാലും ഡെത്ത് കറന്റ് എന്ന സമുദ്ര പ്രതിഭാസത്തെക്കുറിച്ച് കൂടുതൽ പഠനങ്ങളൊന്നും നടന്നിട്ടില്ല. ആ സമുദ്രമേഖലയുടെ കപ്പൽ പാതകളും വിമാന റൂട്ടുകളും ഇല്ല. ഡെത്ത് കറന്റിൽ അതിശക്തമായ ഒരു കാന്തിക ശൃംഖല പ്രവർത്തിക്കുന്നുണ്ടെന്ന് നാവികരുടെ സങ്കല്പം. അവിടെ യന്ത്രങ്ങളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും പ്രവർത്തിക്കില്ല എന്നും നാവികർ വിശ്വസിക്കുന്നു. എന്തായാലും ഡെത്ത് കറന്റ് യാഥാർത്ഥ്യമാണെങ്കിൽ അത് ബർമുഡ ട്രയാങ്കിളിനെ പോലെ അതിശയിപ്പിക്കുന്ന അത്ഭുത പ്രതിഭാസമാണ്. അല്ലെങ്കിൽ തന്നെ അത് അറബിക്കഥകളെ പോലെ നിഷ്പ്രഭമാക്കുന്ന മാഢ്യ സങ്കല്പവും. ഷാൻ പിയർ ആ ലേഖനം എല്ലാവരെയും വായിച്ചു കേൾപ്പിച്ചു. എല്ലാ മുഖങ്ങളും വിളറി വെളുത്തു, കണ്ണുകൾ ഭീതി ഒളിവെട്ടി. നമുക്ക് മാത്രം ഡെത്ത് കറന്റും ദ്വീപും പാണ്ഡ്യസങ്കല്പമല്ല, പേടിപ്പെടുത്തുന്ന യാഥാർത്ഥ്യമാണ്. റാൾഫ് പിറുവിറുത്തു. നമ്മൾ ഡെത്ത് കറന്റിന്റെ തറവുപുള്ളികളാണ്. ഇനി മുതൽ ആജീവനാന്തം. ഒരു കപ്പലോ വിമാനമോ ദ്വീപിലെടുക്കുന്നതിനെ കുറിച്ച് പ്രതീക്ഷയൊന്നും വേണ്ട. ഡെത്ത് കറന്റിൽ അവയ്ക്ക് ആയുസില്ല, അർണോൾഡ് നിരാശയോടെ പറഞ്ഞു. ക്രിസ്റ്റഫർ മദ്യക്കുപ്പയും എടുത്ത് പുൽത്തകടിയിൽ മലർന്നു കിടന്നു. ഒരു കവിൾ മോന്തിയിട്ട് അയാൾ ചെറിയോടെ പറഞ്ഞു: നമ്മുടെ ക്യാപ്റ്റന്റെ 13-ാം നമ്പറിലെ ദുരന്ത പ്രവചനം അസലാക്കിയല്ലോ. ആർക്കും ഒന്നും പറയാനില്ല. മൂകത. അവസാനം ഷാൻപിയർ പറഞ്ഞു: ആരും ഭയപ്പെട്ടിട്ട് കാര്യമില്ല. ദ്വീപിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുമോ എന്നല്ല നമുക്ക് ചിന്തിക്കാനുള്ളത്, നമ്മുടെ അജ്ഞാത ശത്രുവിനെ അതിജീവിക്കാൻ നമുക്ക് കഴിയുമോ എന്നാണ്. അതിനുള്ള തയ്യാറെടുപ്പാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ നോവലിന്റെ ഈ അധ്യായം ഇവിടെ തുടരുകയാണ്. അടുത്ത അധ്യായത്തിനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കണും ചെയ്തിട്ട് നമ്മോടൊപ്പം കൂടുക. വളരെ ത്രില്ലിംഗ് ആയ ഒരുപാട് അധ്യായങ്ങളാണ് ഇനി വരാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.